അപ്പോ നാം എന്ത് ചെയ്യണമെന്നാണ് പങ്കേഷമ്പിള്ളയുടെ ഒരു ഇംഗിതം. അവിടെ നിന്നാട്ടെ മേനോൻ സാറേ. കേട്ടോ മേനോൻ സാറേ, കുഞ്ഞോമന കുഞ്ഞിന്റെ പ്രേതമാണെങ്കിലും പ്രേതം തന്നെയാ. പ്രേതത്തിന്റെ കൈ കൊണ്ട് മരിക്കല്ലേ എന്നാണ് എന്റെ വലിയ പ്രാർത്ഥന. സൂക്ഷിക്കണം. ഈ പ്രേതം ഉണ്ടല്ലോ വിവിധ രൂപങ്ങളിൽ ലോകത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ് സങ്കല്പം. പക്ഷിമൃഗാദികളായിട്ട്, മനുഷ്യരായിട്ട്, കാറ്റായിട്ടും തീയായിട്ടും ഇത്യാദി. പിടിച്ചു എന്നിരിക്കട്ടെ, കഥ അങ്ങനെ തന്നെ. കഠോരം എന്നാണ് കാവ്യാംശം. അയ്യോ, അതുകൊണ്ട് പങ്കാളികളോ ഭയപ്പെടണ്ട. ഈ പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു സൂത്രം ഉണ്ടാക്കി തരാം. ഇതാ പിടിച്ചോളോ. എന്റെ സെൽഫ് രക്ഷയ്ക്കായിട്ട് ചെറുവാരണം നമ്പ്യാജദ്യം എഴുത്തുന്ന ഒരു ഏതസാണ്. ഇത് പങ്കാളിനുള്ള അരയില കെട്ടിക്കോളും. ഇത് കെട്ടിക്കൊണ്ട ഇനി ഒരു പ്രേതത്തിന്റെ കൂടെ കിടന്ന് ഉറങ്ങിയിരിക്കട്ടെ, ഒന്നും സംഭവിക്കില്ല. പക്ഷെങ്കിൽ ഒരു വ്യവസ്ഥ, എപ്പോ പ്രേതവാദം ഒഴിഞ്ഞു എന്ന് കണ്ടു എനിക്ക് മടക്കി തന്നേക്കണം. രണ്ട് കൈയ്യണ്ട നിൽക്കണം. നിനക്കൊരു ബാലനുണ്ടായൊരു മൂലമെനിക്കും സുഖമായിതേറ്റവും ഞാനതിഭാഗ്യഹീനൻ പുനരെങ്കിലും നൂനൻ തവാത്മജനൻ മകനെന്നുമൽ പെറ്റുളവാകിയ വൈദങ്ങളെ പുനരറ്റമേകം സൻവധിച്ചു കളഞ്ഞതും കേട്ടു നടുങ്ങിനേനെന്താവീശ്വരൻ കാട്ടും കളികൾ സഹിച്ചുകൊള്ളുന്നീയേ. പേടിച്ചു പോയില്ല നോശം. അയ്യോ, കുഞ്ഞു വെറുതെ കരഞ്ഞ. ഞാൻ അടിക്കാൻ ചെന്നതേ ഉള്ളു, അടിച്ചില്ല. കരയല്ലേ മോനെ, വെറുതെ കരഞ്ഞു. കരയല്ലേ മോനെ. കുഞ്ഞേ ഉറങ്ങിക്കൂ, അമ്മൂമ്മ പാലെടുത്തോണ്ട് വരാം. ആരാത്? എവിടെങ്കിലും ഒളിച്ചോടി രക്ഷപ്പെടാം. അതിനെ കുറ്റമ്മ കാണാതെ ഞാൻ പതുങ്ങി ഇങ്ങനെ വന്നപ്പോഴാ
ആ